ഹായ് ഹലോ. അങ്ങനെ അഗസ്ത്യർ കൂടത്തിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ഒരു 6:30 ഉറക്കം എഴുന്നേറ്റു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ. നേരെ നമ്മൾ ക്യാൻറ്റീനിലേക്ക് പോയി അവിടെ നിന്നൊരു കട്ടനൊക്കെ വാങ്ങി കുടിച്ചു. അതിനുശേഷം ഞങ്ങളുടെ സഹയാത്രികരുമായിട്ട് കുറച്ച് കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇന്നത്തെ ദിവസത്തെ യാത്രയെക്കുറിച്ചുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്യാമ്പിൻ്റെ പിന്നിലുള്ള റേഞ്ച് പാറയിലേക്കാണ്. അത്യാവശ്യം ഈ അഗസ്ത്യാർകൂടത്തിൽ റേഞ്ചുള്ള ഒരു സ്ഥലമാണ് റേഞ്ച് പാറ. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന മലനിരകളാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് ക്യാമ്പിലേക്ക് വന്നു. ഇന്നത്തെ യാത്രയുടെ ഒരുക്കങ്ങളായി. അപ്പോൾ അട്ടയെ നന്നായിട്ട് പേടിയുള്ളതുകൊണ്ട് കാലിൽ ഒരുപാട് ഓഡോമസും പിന്നെ കുറച്ച് ക്രീമും അതും ഇതൊക്കെ വാരി തേച്ചു. രാവിലെ കാപ്പി കുടിച്ചു. പൂരിയായിരുന്നു രാവിലത്തെ ഭക്ഷണം. പൂരിയും പകുതി വെന്ത കടലയുമായിരുന്നു. അപ്പോൾ കുറച്ച് പൂരി ഞങ്ങൾ കഴിച്ചു. ബാക്കി കുറച്ച് ഞങ്ങളൊരു വാഴയില എടുത്ത് അതിൽ പൊതിഞ്ഞെടുത്തു. കുഞ്ഞ് ബാഗിലൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ ഷോർട്സാണ് ഇടുന്നത്. കാലിൽ അട്ട കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കയ്യിലൊരു സാനിറ്റൈസർ ഉണ്ടായിരുന്നു. അട്ട കയറിയ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ യാത്ര ആരംഭിച്ചത്. കാര്യം അത്രമാത്രം ഭയമാണ് അട്ടയെന്ന് പറയുമ്പോൾ. ഇന്നലത്തെ ദിവസം അത്തരത്തിൽ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെ വളരെ കയറ്റിറക്കങ്ങളൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര രണ്ടാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് മനസ്സിലുണ്ടായത്. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടൊരു പ്രതീക്ഷയാണ് ഉള്ളിലുണ്ടായത്. അതിന് മോടി കൂട്ടുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഇലകളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിൽ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ വളരെ ആസ്വദിച്ച് കണ്ടൊരു കാഴ്ചയാണ്. ഈ ഇത്തരത്തിൽ സൂര്യപ്രകാശം വരുന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും ഇല്ല. അപ്പോൾ എന്ത് തന്നെയായാലും വളരെ മനോഹരമായ ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ നിന്നും ഏറ്റവും അവസാനം ഞങ്ങളാണ് ഇറങ്ങിയത്. കാരണം ക്യാമ്പിൻ്റെ വിഷ്വൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്ന് ഒഡോമസ് തേച്ചത് കൊണ്ടാണോ അതോ ഇനി ക്രീമുകൾ തേച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഈ യാത്രയിലുടനീളം എന്നെ ഒരു അട്ടയും ആക്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വളരെ പീസ്ഫുള്ളായിട്ട് മേലറ്റം വരെയും പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഈ യാത്രയിൽ നല്ല ഒരു ഫ്രഷ് എയർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. കാര്യം പൊല്യൂഷൻ വളരെ കുറവാണ് ഇവിടെ. നല്ല ഉരുളൻ കല്ലുകളും വേരുകളും നിറയെ വലിയ മരങ്ങളും ഒക്കെ ഉള്ള ഈ ഒരു സ്ഥലത്തു കൂടി യാത്ര പോകുമ്പോൾ മനസ്സ് വല്ലാതങ്ങ് തണുക്കുന്നുണ്ട്. വല്ലാതൊരു ആശ്വാസം കൈവരുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ ഈ യാത്ര പോകുമ്പോഴത്തേക്കുമാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. കുറേയേറെ ദൂരം നമ്മളിങ്ങനെ കല്ലൊക്കെ ചവിട്ടി ഇങ്ങനെ പോയതിനു ശേഷം വന്നൊരു നിരപ്പായൊരു പാതയാണിത്. വളരെ മനോഹരമായിരുന്നു ഈ യാത്ര. ശരിക്കും പറഞ്ഞാൽ അഗസ്ത്യാർകൂടം യാത്ര പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയതിന് ശേഷം ഞങ്ങൾ എത്തിയത് കുറച്ച് ഈറ്റക്കാടുകളുള്ളൊരു സ്ഥലത്താണ്. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ പിന്നിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ക്യാമ്പ് സൈറ്റ് പോലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്ലൂ ഷീറ്റിട്ട ഒരു മാർക്കിങ്സിൻ്റെ ഇടയിൽ കാണുന്നത് ശരിക്കും നമ്മുടെ ക്യാമ്പ് ഷെഡാണ്. അപ്പോൾ അതൊരു വ്യത്യസ്തമായൊരു കാഴ്ച അനുഭവമാണ് തന്നത് ശരിക്കും. കഴിഞ്ഞ ദിവസത്തെ യാത്രയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കാറ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ഈ ട്രെക്കിങ്ങിൻ്റെ അകത്ത് നല്ല കാറ്റുണ്ട്. അത് ഒരു കാറ്റാണ് വരുന്നത്. ഈ തണുത്ത കാറ്റ് ശരിക്കും നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഈ കോടമഞ്ഞ് ശ്വസിക്കുമ്പോൾ ഉള്ള പോലത്തെ നല്ലൊരു ഫീലാണ് ഈ തണുത്ത കാറ്റ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാവുക. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു യാത്രയായിരുന്നു തീർച്ചയായും. ഓരോരോ ഹൈറ്റുകളിലേക്ക് ഇങ്ങനെ കയറിയതിന് ശേഷം ഞാനിങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ മലനിരകളുടെ ഒരു ഭംഗി കാണുമ്പം ഞാൻ തന്നെ ഉള്ളിൽ ആലോചിക്കും, എന്തൊരു ഭാഗ്യമാണ് ഇതൊക്കെ കാണാൻ സാധിച്ചതെന്ന്. ശരിക്കും അതിൽ ഇതൊക്കെ കാണാൻ പറ്റാണ്ട് പോയിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ എന്ന് ഞാൻ തന്നെ ഓർത്തിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ ഞങ്ങൾ ഗ്ലൂക്കോസും ഈനോയും ഒക്കെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു. അങ്ങനെയാണ് യാത്ര മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ആകപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ എടുത്ത കുറച്ച് പൂരിയാണ്.
അത് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ ഈ യാത്ര മുന്നോട്ട് വന്നുകൊണ്ടിരിക്കവേ ഞങ്ങൾ പൊങ്കാലപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. ഈ അഗസ്ത്യ മലയെ സംബന്ധിച്ച് തന്നെ ധാരാളം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് ഭയങ്കര ഡിവോഷണലായിട്ട് കാണുന്ന തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പൊങ്കാലപ്പാറ എന്ന് പറയുമ്പോൾ വളരെ മുന്നേ കാലത്ത് സ്ത്രീകളും മറ്റുമൊക്കെ വന്ന് ഈ പാറയിലാണ് പൊങ്കാല ഇട്ടിട്ട് പോയിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തു തന്നെ ആയാലും ഞങ്ങളുടെ ഗൈഡുമാരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഗൈഡൻസും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് വെച്ചൊരു പുള്ളിക്കാരൻ ഞങ്ങളോട് തർക്കിക്കേണ്ട സാഹചര്യം വരെയും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ പൊങ്കാലപ്പാറയിലുള്ള ഈ ഉത്ഭവിക്കുന്ന ഈ ചെറിയൊരു അരുവിയാണ് അഗസ്ത്യ വാട്ടർഫോൾസായിട്ട് മാറ്റപ്പെടുന്നതെന്ന് വളരെ നേരത്തെ ഈ യാത്ര വന്നിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞുള്ള അറിവാണ്. അങ്ങനെ ഈ പൊങ്കാലപ്പാറ മേളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ കാറ്റിൻ്റെ ഒരു ശബ്ദം കേൾക്കാൻ സാധിച്ചത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുഴറ്റി അടിക്കുന്ന ഒരു കാറ്റാണ്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് ശരിക്കും ഈ മരങ്ങൾ ഇത്തരത്തിൽ ബോൺസായി പോലെ മാറ്റപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഈ പൊങ്കാലപ്പാറയുടെ മേളിൽ. അതുകൂടാതെ തന്നെ കോടമഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ ഈ കോടമഞ്ഞ് മുഖത്തടിക്കുമ്പോൾ ശരിക്കും ഞാൻ ഫീൽ ചെയ്തത് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയെന്ന് എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ തോന്നിപ്പോയി. കാര്യം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു തണുത്ത കാറ്റാണ് ഈ കോടമഞ്ഞ് കാറ്റ് മുഖത്ത് വന്ന് അടിക്കുമ്പോഴത്തേക്കും ഉണ്ട്. ഇത് അങ്ങ് നമ്മളിത് ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങ് പോയിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ വാക്കുകൾക്കൊരു പരിമിതിയുണ്ട് ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഈ ഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അനുഭവിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അഗസ്ത്യാർകൂടം യാത്ര പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും അഗസ്ത്യാർകൂടം യാത്ര പോകണം. നമ്മൾ അഗസ്ത്യാർകൂടം യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന കാശ് ഒരിക്കലും അത് വെറുതെ ആവില്ല. അത്രയും മാത്രം വർത്താണ് ആ കാഴ്ചകൾ കാണുക, അവിടുത്തെ എയർ ബ്രീത്ത് ചെയ്യുക, ആ മണ്ണിലൂടെ ചവിട്ടി ആ പ്രകൃതിയെ മനസ്സിലാക്കി നടക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ഇത്തരത്തിൽ മരുന്നുകളൊക്കെ പണ്ട് കാലത്ത് വൈദ്യന്മാർ തയ്യാറാക്കിയിരുന്ന ഒരു കുഴി നമ്മൾ കാണുന്നത്, കല്ലിൽ തീർത്തൊരു സംഭവം നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിരുന്നു. വ്യത്യസ്തമായ യാത്രാനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കരുത്. യാത്രകൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. പുതിയ അനുഭവങ്ങൾ തേടി, പുതിയ ലക്ഷ്യങ്ങൾ തേടി, പുതിയ സാഹചര്യങ്ങൾ തേടിയുള്ള യാത്രകൾ നമ്മളെന്നും മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. അപ്പോൾ യാത്രകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം തരുന്നത്. ഞാൻ അങ്ങനെയാണ് എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് ഓരോ യാത്ര എന്ന് പറഞ്ഞാൽ. ഓരോ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതും യാത്രകളാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കാണ് ശരിക്കും ഇത്തരത്തിലൊരു പന്ത് പോലൊരു സാധനം ഈ മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ശരിക്കും ഞാൻ ഓർത്തു അത് കടന്തൽ കൂടാണ് എന്ന് ഓർത്തു. അപ്പോഴാണ് എൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു തമിഴ് ചേട്ടൻ പറഞ്ഞു, അത് കടന്തൽ കൂടല്ല, അത് ഉറുമ്പിൻ്റെ കൂടാണ്, നന്നായിട്ട് കടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഉറുമ്പാണ്. അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ഉറുമ്പിനെ കാണാൻ കഴിഞ്ഞു. ഇതൊന്നും എൻ്റെ നാട്ടുപ്രദേശത്തൊന്നും കാണാനില്ല. അപ്പോൾ എനിക്കിതൊക്കെ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ശരിക്കും ഈ കയറി പിടിച്ച് മല കയറി പോകുന്നതും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ശരിക്കും ഇത് കയറി പോകുമ്പോഴത്തേക്കും ഉള്ളിൽ. കാര്യം ഞാൻ ഇത്രയും ഇതൊക്കെ കയറാൻ പറ്റുമെന്നോ ഇവിടെയൊക്കെ എത്തുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയല്ല. പലരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര പാടാണ്, ഇടയ്ക്ക് വീണ് പോകും. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതെ ഏറ്റവും ടോപ്പ് വരെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടെ ഉണ്ടായിരുന്നവരെ സപ്പോർട്ട് ചെയ്ത് പോകാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ യാത്രയുടെ. അങ്ങനെ ഈ പ്രകൃതിയുടെ വിസ്മയങ്ങളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഈ യാത്ര മേളിലെത്തുകയാണ്. ശരിക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയൂ. ഈ തമിഴ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ നമ്മളെ ഒരുപാട് ഗൈഡ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ആളുകളാണ്. എനിക്ക് ശരിക്കും ഭയങ്കര കംഫർട്ടബിളായിരുന്നു അവരുമായിട്ടുള്ള സംസാരവും അവരുമായിട്ടുള്ള വാക്കിങ്ങും എല്ലാം. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് മരത്തിൽ ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകളുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജൻ ഉള്ള സ്ഥലത്താണ് മരത്തിൽ ഇത്തരത്തിലുള്ള വെള്ളപ്പാടുകൾ വരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നിൽക്കുന്ന ഈ പായലുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി എനിക്ക് തോന്നി. പിന്നെ നല്ല മനോഹരമായിട്ടിങ്ങനെ ശിഖരങ്ങളൊക്കെ വിടർത്തിയൊരു കുഞ്ഞു മരം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഈ യാത്ര അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-ാം ദിവസത്തെ ട്രക്കിങ്. ശരിക്കും നമ്മൾ രാവിലെ ഒരു 7:45-8 മണിയോടുകൂടി ഇറങ്ങിയിട്ട് ഞങ്ങൾ മേളിലെത്തുന്നത് 11:15 ശരിക്കും 12 മണി വരെ സമയത്തെ അവർ മേളിൽ നമ്മൾ നിർത്തുകയുള്ളൂ. ഇനി 12 മണിക്കാണ് നമ്മൾ അഗസ്ത്യമലയുടെ ടോപ്പിലെത്തുന്നതെങ്കിലും
അവർ വിസിലടിച്ച് താഴെ ഇറക്കും. നിർബന്ധമായിട്ടും അത് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ വളരെ നേരത്തെ എത്തി. വളരെ റിലാക്സ്ഡ് ആയിട്ട് അഗസ്ത്യാർമലയുടെ ഏറ്റവും ടോപ്പിലെ കാഴ്ചകൾ കണ്ട് അവിടെ ഇരിക്കാൻ സാധിച്ചു. ശരിക്കും ആ മഞ്ഞുകാറ്റ് വന്ന് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മുഖത്തും മീശയിലും താടിയിലൊക്കെ ഈ ഡ്യൂ ഡ്രോപ്സ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനൊരു ഫോട്ടോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു, നല്ലൊരു പീസ്ഫുൾ ഒരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജീവിതം അങ്ങ് എന്താ പറയുക, ഒരു മാറ്റം കൊണ്ടുവന്നു എന്ന് വേണം പറയാം. ശരിക്കും ഇതിന് ശേഷമാണ് ശരിക്കും എനിക്ക് വീണ്ടും ട്രക്കിങ്ങിന് പോകണം, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകണമെന്നുള്ളൊരു ആശയം പോലെ എൻ്റെ ഉള്ളിലുണ്ടാകുന്നത് ഈ ഒരു യാത്രയ്ക്ക് ശേഷമാണ്. ഏറ്റവും ടോപ്പിൽ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ മലമടക്കുകൾ കാണാൻ സാധിക്കും ധാരാളമായിട്ടുള്ള. അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ചയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് അഗസ്ത്യാർമുനിയുടെ പ്രതിമയെന്ന് പറഞ്ഞാൽ. അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചെരുപ്പിടാതെ വന്ന ആൾക്കാർ, ഉടുപ്പിടാതെ വന്ന ആൾക്കാർ വളരെ ഡിവോഷണലായിട്ട് വന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അഗസ്ത്യാർമുനിയോട്. ശരിക്കും ഇവരുടെ ഒരു ഐതിഹ്യം അനുസരിച്ച് അഗസ്ത്യാർമല മുഴുവനും അവർ ശിവലിംഗമായിട്ടാണ് കാണുന്നതെന്ന് ഒരു പുള്ളി എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ കയറിൽ പിടിച്ച് ഇറങ്ങുന്ന സമയത്ത് പുള്ളി ഇരുന്ന് നിരങ്ങിയാണ് ഇറങ്ങുന്നത്. അത്രയും ഡിവോഷണലായിട്ടാണ് പുള്ളി വന്നത്. അപ്പോൾ ചെരുപ്പിടാതെയാണ് വന്നത്. മേളിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ അഗസ്ത്യാർമുനി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ശിവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരെ സംബന്ധിച്ചും ഓരോ രീതിയിലുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിലെത്തിയിട്ട് മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ കയറി അഗസ്ത്യാർമല. ആ മല നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന്. അതൊക്കെ കണ്ണിനെ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ മഴയത്ത് പാട്ടൊക്കെ പാടി ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കിടക്കാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കിടക്കാൻ പോയ സമയത്താണ് അറിഞ്ഞത് അവിടെ ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ മേലിൽ ചോരുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. അങ്ങനെ ബെഡൊക്കെ എടുത്ത് മാറ്റിയിട്ടു. വെള്ളമൊക്കെ തുടച്ചതിന് ശേഷമാണ് അവിടെ കിടന്നുറങ്ങാൻ സാധിച്ചത്. ശരിക്കും നല്ലൊരു യാത്രയായിരുന്നു, വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. ഈ അഗസ്ത്യാർകൂടം യാത്ര പോയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ്, പോകണം, ഇതൊക്കെ കാണണം, ഇതൊക്കെ ആസ്വദിക്കണം. ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം. യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ, യാത്രകൾ ഒരിക്കലും മുടങ്ങാതിരിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്